RSS സഹായം ആവശ്യമുണ്ടായിരുന്ന കാലത്ത് നിന്നും ബി.ജെ.പി. വളർന്നെന്ന് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി ഇന്ന് ബി.ജെ.പിക്കുണ്ടെന്ന് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജെ.പി. നദ്ദ പറഞ്ഞു. RSS സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണെന്നും ബി.ജെ.പി. രാഷ്ട്രീയ പാർട്ടിയാണെന്നും ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, RSS ആശയങ്ങളിലൂന്നിയ ധാരയുള്ള ഒരു സംഘടനയാണ്, അതേസമയം രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. ഇനിയിപ്പോൾ RSSനെ ആശ്രയിച്ചില്ലെങ്കിലും ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാനുള്ള ത്രാണിയായി എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് ജെ.പി. നദ്ദ നൽകാൻ ആഗ്രഹിക്കുന്നത്? ക്രിസ്റ്റീന, ഇക്കാര്യത്തിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും ഇപ്പോഴത്തെയും RSS BJP ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് BJP ദേശീയ അധ്യക്ഷൻ ഇത്തരത്തിലുള്ള മറുപടി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ RSS സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് BJP ശേഷി നേടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. RSS സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ് എന്നും എന്നാൽ BJP ആകട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. BJPയുടെ കടമകൾ നിലവിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് തന്നെ നിർവഹിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. RSSന്റെ സഹായമില്ലാതെ തന്നെ BJPക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ശേഷി നിലവിലുണ്ട് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി ശ്രദ്ധേയമാണ്. കഴിഞ്ഞ പ്രചരണ സമയത്ത് മഹാരാഷ്ട്രയിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ RSSും BJPയും തമ്മിൽ ഭിന്നതയുണ്ട് എന്നും ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ RSS സജീവമാകുന്നില്ല എന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. സമാനമായ ആരോപണം ഉത്തർപ്രദേശിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. RSS BJPക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നില്ല എന്നും അത് BJPക്ക് തിരിച്ചടിയുണ്ടാക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നദ്ദ RSS ബന്ധമില്ലാതെ തന്നെ അല്ലെങ്കിൽ RSS സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി BJPക്ക് കൈവരിച്ചിരിക്കുന്നു എന്നുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. മറ്റ് BJP നേതാക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ക്രിസ്റ്റീന, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.